കരടിയും വൈൽഡ് ബോറും ആനയും മയിലും നീലഗിരി ലങ്കൂറും കാട്ടുപോത്തുമൊക്കെ നിറഞ്ഞ ഒരു കാടൻ വീഡിയോ ആയാലോ ഇന്ന്? എല്ലാവർക്കും മജസ്റ്റിക് ട്രെയിൽസിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ 4 ഫ്രണ്ട്സ് ചേർന്ന് ആനമലൈ ടൈഗർ റിസർവിനുള്ളിലുള്ള അമ്പുളി ഇല്ലം എന്നൊരു മനോഹരമായ സ്റ്റേയിലേക്കാണ് യാത്ര പോകുന്നത്. പോകുന്ന വഴി കൊല്ലങ്കോട് പാസ് ചെയ്തപ്പോൾ കണ്ട കാഴ്ചയാണിത്. പച്ച പുതച്ചു കിടക്കുന്ന നെൽപ്പാടങ്ങൾ. നെല്ല് കൊയ്യുന്ന വിഷ്വൽസ് പകർത്തുന്നതിനിടയിൽ ഈ ചേച്ചിമാർ ഞങ്ങളെ നോക്കി വളരെ കൗതുകത്തോടെ ചിരിക്കുന്നുണ്ടായി. ഇതിനിടയിൽ വളരെ അപ്രതീക്ഷിതമായാണ് ഈ കൊക്കിനെ ഇവിടെ കണ്ടത്. വുല്ലി നെക്ഡ് സ്റ്റോർക്ക്. വെറ്റ്ലാൻഡ്സിലും കൃഷിയിടങ്ങളിലും ഓപ്പൺ ഫോറസ്റ്റ് ഏരിയാസിലും കാണുന്ന ഒരു പക്ഷിയാണിത്. സാധാരണയായി പെയറായിട്ടോ ചെറിയ ഗ്രൂപ്പുകളായിട്ടോ ആണ് ഇവയെ കാണാറ്. ഇപ്പോൾ മനുഷ്യർ കൂടുതലുള്ള സ്ഥലങ്ങളിലേക്കും ഇവ അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അടുത്ത് കിട്ടിയ വിഷ്വൽ ഒരു കൃഷ്ണപ്പരുന്താണ്. എന്തോ ഒരു ഇര പിടിച്ച് കാര്യമായി ഇരുന്ന് തിന്നുന്നുണ്ടായിരുന്നു ആശാൻ. ഇനി നമുക്ക് കൊല്ലങ്കോടിൻ്റെ കുറച്ച് ഡ്രോൺ വിഷ്വൽസ് കണ്ടാലോ. അങ്ങനെ കൊല്ലങ്കോടിനോട് യാത്ര പറഞ്ഞ് ഏകദേശം ഒരു 1 hour ട്രാവൽ കഴിഞ്ഞ് ഞങ്ങൾ സേതുമടൈ ചെക്ക് പോസ്റ്റ് എത്തി. ഇവിടെ നമ്മളുടെ കാറിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്ത് ചെറിയൊരു എൻട്രി ഫീ പേ ചെയ്തു കാടിലേക്കുള്ള നമ്മുടെ യാത്ര തുടങ്ങി. എൻട്രി ഫീയുടെ ഡീറ്റെയിൽസ് വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ സൈറ്റിംഗ് നീലഗിരി ലങ്കൂർ. ഇവ സാധാരണയായി ഉയർന്ന പ്രദേശങ്ങളിലുള്ള ട്രോപ്പിക്കൽ എവർഗ്രീൻ, സെമി എവർഗ്രീൻ കാടുകളിലാണ് കൂടുതലായി കാണാറ്. അങ്ങനെ ഞങ്ങൾ ആനമലൈ ടൈഗർ റിസർവിൻ്റെ ടോപ്പ് സ്ലിപ്പിലെത്തി. ഇവിടെയുള്ള റിസപ്ഷനിലെ നമ്മുടെ ബുക്കിംഗ് ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ച് ചെക്ക് ഇൻ ചെയ്തു. ഇവിടെ തന്നെ ജംഗിൾ സഫാരി ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജീപ്പ് അവൈലബിൾ ആയിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ വാൻ സഫാരിയാണ് ബുക്ക് ചെയ്തത്. ഈ ടോപ്പ് സ്ലിപ്പിൻ്റെ പുല്ലുമേട്ടിൽ മിക്കവാറും എന്തെങ്കിലും സൈറ്റിങ്സ് കിട്ടാറുണ്ട്. മരത്തിലുള്ള കായ പറിച്ച് കഴിക്കുകയാണ് ഈ നീലഗിരി ലങ്കൂർ. ഇതാ ഒരു കുട്ടി കുരങ്ങൻ. ജനിച്ചിട്ട് അധികം ദിവസമായിട്ടില്ലെന്ന് തോന്നുന്നു. ടോപ്പ് സ്ലിപ്പിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ കാടിനകത്തേക്ക് പോയാൽ നമുക്ക് അമ്പുളി ഇല്ലം എത്താം. സാധാരണയായി ഇവിടെ കരടി, പുള്ളിപ്പുലി, കാട്ടുപോത്ത്, ആനയെയൊക്കെ കാണാറുണ്ട്. പക്ഷെ അതെല്ലാം നമ്മുടെ ഭാഗ്യം പോലെയിരിക്കും. എന്തായാലും അമ്പുളി ഇല്ലം ഞങ്ങളെ നിരാശപ്പെടുത്തിയില്ല. ഞങ്ങൾക്ക് കിട്ടിയ സൈറ്റിങ്സ് എല്ലാം വഴിയെ തന്നെ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേ, അമ്പുളി ഇല്ലം.
കാടിൻ്റെ നടുക്ക് ഒരു കുന്നിൻ്റെ മുകളിലായതിനാൽ ഇവിടെ നിന്ന് ഒരു 360 ഡിഗ്രി വ്യൂ തന്നെ നമുക്ക് കിട്ടും. ഇതിൻ്റെ മുകളിലിരുന്ന് ആനിമൽസിനെ സ്പോട്ട് ചെയ്യാനും നല്ല എളുപ്പമാണ്. റീസെൻ്റ്ലി റെനോവേഷനൊക്കെ കഴിഞ്ഞതുകൊണ്ട് കാണാനും നല്ല ഭംഗിയുണ്ട്. 1978 നിർമ്മിച്ചതാണ് ഈ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ്. ഇവിടെ മൊത്തം 4 റൂംസാണുള്ളത്. ഗസ്റ്റിന് താമസിക്കാനുള്ള എല്ലാ റൂമുകളും ഫസ്റ്റ് ഫ്ലോറിലാണുള്ളത്. റെനോവേഷൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ റൂംസ് എല്ലാം ആവശ്യത്തിന് നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒരു റൂമിന് ഏകദേശം 5700 രൂപയാണ് വില. ഇതിൽ ഫുഡ് ഇൻക്ലൂഡഡ് അല്ല. പക്ഷേ ഇവിടെ ഫുൾ ടൈം ഒരു കുക്കുണ്ട്. നമ്മൾക്ക് വേണമെങ്കിൽ അവർ കുക്ക് ചെയ്തു തരും. അതിന് സെപ്പറേറ്റ് പൈസ കൊടുത്താൽ മതി. ഞങ്ങൾ ജസ്റ്റ് ബാഗ്സ് ഒക്കെ വെച്ച് ഇവിടെ നിന്നുള്ള വ്യൂ ഒന്ന് ചുറ്റി കണ്ടു. രാത്രി ടെറസിലിരുന്ന് ആനിമൽസിനെ സ്പോട്ട് ചെയ്യാൻ ഒരു പ്രത്യേക കിക്ക് തന്നെയാണ്. വരുമ്പോൾ മിനിമം ഒരു 10,000 ലൂമൻസ് ഇൻറ്റൻസിറ്റിയുള്ള ടോർച്ച് കൊണ്ടുവരാൻ മറക്കരുത്. ഞങ്ങൾ രാത്രി ഇവിടെ ഇരുന്ന് കണ്ട ആനിമൽ സൈറ്റിങ്സ് ഒക്കെ വഴിയേ വരുന്നുണ്ട്. ജീപ്പ് സഫാരി അവൈലബിൾ ആയിരുന്നില്ലെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഇതാണ് ഇവിടുത്തെ വാൻ സഫാരി. ഒരു വാനിൻ്റെ അകത്ത് ഏകദേശം 18 പേർ ശബ്ദമുണ്ടാക്കി യാത്ര ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കുമല്ലോ ആനിമൽസ് അതിൻ്റെ വഴിക്ക് പോയി കാണുമെന്ന്. പറഞ്ഞു വന്നത്, ഈ വാൻ സഫാരിയിൽ 1-2 മ്ലാവ് കാട്ടുപോത്തൊഴിച്ചാൽ ഞങ്ങൾ കാര്യമായി ഒന്നും കണ്ടില്ല. ഈ വാൻ സഫാരിയുടെ എൻഡ് പോയിന്റ് വരുന്നത് ആനമലൈ ടോപ്പ് സ്ലിപ്പിലെ എലിഫന്റ് ക്യാമ്പിലാണ്. ഇവിടെ ഓരോ ആനയ്ക്കുമുള്ള ഫുഡ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഏകദേശം ഒരു 6 മണിയായപ്പോൾ ഓരോ ആനയുടെയും കെയർ ടേക്കേഴ്സ് അവയെ ഫീഡ് ചെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരാളെ കണ്ടു. സാക്ഷാൽ ആനമലൈ കലീം. ഏകദേശം 60 വയസ്സ് കഴിഞ്ഞ് 2023 റിട്ടയർ ചെയ്ത 8.5 അടി ഉയരവും 5.5 ടൺ വെയ്റ്റുമുള്ള ഒരു ലെജൻഡറി കുംഗി എലിഫന്റ്. സൗത്ത് ഇന്ത്യയിൽ ഉടനീളം 99 ഓപ്പറേഷൻസിൽ ലീഡ് ചെയ്തിട്ടുണ്ട്. ഒരു മദം പൊട്ടി നിൽക്കുന്ന ആന കാണിക്കുന്നത് കണ്ടോ? ഇവിടെ ഇങ്ങനെ മദപ്പാടുള്ള ആനകളെ മലയുടെ ഓരോ അറ്റത്തും കെട്ടിയിട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് അമ്പുളിയില്ലമെത്തി. ഇനി നമുക്ക് ഞങ്ങൾ രാത്രി കണ്ട കുറച്ച് ആനിമൽ സൈറ്റിങ്സ് കണ്ടാലോ? രാത്രി ഇടയ്ക്കിടെ അലാം കാൽ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ലെപ്പേർഡിനെ ഒന്നും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. അലാം കോൾ കേട്ട് ഈ കാട്ടുപോത്തൊക്കെ അലേർട്ടായി നോക്കി നിൽക്കുന്നുണ്ട്. ബ്രൗൺ ഹോക്ക് ഔൾ എന്നറിയപ്പെടുന്ന ഒരു പുള്ളുനത്താണ്. നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു മരക്കൊമ്പിൽ വന്ന് ഇരിപ്പുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് പറമ്പിക്കുളത്ത് ഒരു ഫോറസ്റ്റ് ട്രെക്കിംഗ് പ്രോഗ്രാം ഉള്ളതുകൊണ്ട് നേരത്തെ തന്നെ ചെക്കൗട്ട് ചെയ്തിറങ്ങി. അമ്പുലി ഇല്ലത്തിൽ നിന്ന് നമ്മൾക്ക് കിട്ടിയ ഏറ്റവും ബെസ്റ്റ് സൈറ്റിങ്സ് ഇപ്പോഴായിരുന്നു എന്ന് തന്നെ പറയാം. ഇന്നലെ രാത്രി നമ്മൾ കണ്ട കാട്ടുപോത്തുകളുടെ കൂട്ടം വരി വരിയായി മലയിറങ്ങിപ്പോകുന്ന കാഴ്ച കണ്ടോ? തൊട്ടടുത്തുകൂടെ പാസ് ചെയ്യുമ്പോൾ കുറച്ച് പേടിയുണ്ടായിരുന്നെങ്കിലും
ഇതൊരു കിടിലൻ കാഴ്ച തന്നെയായിരുന്നു. ഇടത്തും വലത്തും നിൽക്കുന്ന ഈ രണ്ട് ഗടാഗടിയന്മാർ ഇവരുടെ ലീഡർമാരാണെന്ന് തോന്നുന്നു. അടുത്തതായി ഞങ്ങൾ കണ്ടത് ഒരു മലബാർ പാരക്കീറ്റും ഗ്രേ ജംഗിൾ ഫൗളുമായിരുന്നു. പെട്ടെന്നായിരുന്നു കാറിൻ്റെ സൈഡിലേക്ക് ഒരു കരടി സാർ വന്നത്. സാക്ഷാൽ ഇന്ത്യൻ സ്ലോത്ത് ബിയർ. ആശാൻ നമ്മളെ ഒരു നോട്ടമൊക്കെ നോക്കി. എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്ന് തിരഞ്ഞു നടക്കുകയാണ്. അത്യാവശ്യത്തിന് നല്ല സൈസ് ഉണ്ട് കേട്ടോ. ടെർമിറ്റസും ഉറുമ്പിൻ പുറ്റുമൊക്കെയാണ് ഇവൻ്റെ ഇഷ്ടഭക്ഷണം. കാര്യമായി ഒരു ഉറുമ്പിൻ പുറ്റ് മാന്തി പറിക്കുന്നുണ്ട് പുള്ളി. ഈ ഒരു സൈറ്റിംഗ് കണ്ടതോടെ തന്നെ അമ്പുളി ഇല്ലത്തിലെ സ്റ്റേ ടോട്ടലി വേർത്തിട്ടായി എന്ന് വേണം പറയാൻ. ഇനി നമ്മൾ പറമ്പിക്കുളത്ത് എലിഫന്റ് സോങ് എന്ന് പറയുന്ന ഫോറസ്റ്റ് ട്രെക്കിംഗ് ആണ് പോകുന്നത്. അത് മറ്റൊരു വീഡിയോ ആയി അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.